ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്താണുള്ളത്. ഈ കാണുന്ന മെയിൻ ഹൈവേ റോഡ്, അതായത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഹൈവേ അല്ലെങ്കിൽ തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേ, അവിടെ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഉള്ളത്. ഇവിടെ 5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും കൂടാതെ 3 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള, അതായത് കിഴക്ക് ദർശനത്തോടു കൂടിയ ഒരു അടിപൊളി ഇരുന്നിൽ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ 75 ലക്ഷം രൂപയ്ക്കകത്ത് ഒരു വീട് ഈ ഏരിയയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഈ വീടിൻ്റെ മുൻവശത്തെ റോഡെന്നുള്ളത് മെയിൻ റോഡാണ്. അത് ടാർ ചെയ്ത റോഡാണ്. 2 വണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടെ ഇവിടെ നമുക്ക് ഈ കോമ്പൗണ്ട് ഫുള്ളായിട്ട് ചുറ്റും അതിലൂടെ കൂടി കൊടുത്തിരിക്കുകയാണ്. ഒരു വിക്കറ്റ് ഗേറ്റും ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ മുറ്റത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ഇൻ്റർലോക്ക് ഏരിയയാണ്. ഒരു 3 കളറിലുള്ള ഇൻ്റർലോക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അതിവിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ആണ്. 3 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിലിവിടെ ആയിട്ട് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളായിട്ടൊരു ടെക്സ്ചർ വർക്ക്, അതായത് ഒരു റെഡ് ബ്രിക്ക് അല്ലെങ്കിൽ ചുടുകല്ല് അല്ലെങ്കിൽ ഇഷ്ടികയിലുള്ള ഡിസൈൻ പോലെ കാണാം. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ജനലും കട്ടളയെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൗട്ടിലെ കാഴ്ചകളിലേക്ക് വരാം. സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു സ്റ്റീൽ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു ട്യൂബ് കൊടുത്തിട്ട് അതിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിലേക്ക് വരുവാണെങ്കിൽ ഫുള്ള് ലപ്പോത്ര ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൈസർ ടൈലിലോ കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ബോർഡ് നോക്കുകയാണെങ്കിൽ വീഗാർഡ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം ഫുള്ള് പ്ലാവ് തന്നെയാണ്. ഇനി ഈ വീടിൻ്റെ ഫ്രണ്ട് കഥകിലേക്ക് വരുവാണെങ്കിലും കഥകും കട്ടളയെല്ലാം പ്ലാവിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് വലിയ ടൈലാണ്, അതായത് 220x120, അതായത് 220 സെൻറ്റിമീറ്റർ നീളവും 120 സെൻറ്റിമീറ്റർ വീതിയുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ബ്രാൻഡ് ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലെല്ലാം ഒരു ബ്ലൂ തീമിലുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, വേറൊരു കളറിലേക്ക് മാറ്റാം. അതുപോലെ ഇവിടെ ആയിട്ട് വീഗാർഡിനാണ് DB കൊടുത്തിരിക്കുന്നത്. NCBയും ELCB എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന വീഗാർഡ് തന്നെയാണ്. അതുപോലെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ജനലിൻ്റെ ആ ഒരു കമ്പിയുണ്ടോ ട്യൂബ് കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ TV യൂണിറ്റിലേക്ക് വരുന്ന ഫുള്ള് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 2 ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിരിക്കും ഇവിടെ ഒരു ഡൈനിങ് ഏരിയ കാണാം. അതുപോലെ റൈറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ സെർവിങ് കൗണ്ടർ ഇവിടെ ആയിട്ട് നമുക്ക് ചെയർ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആക്കാം. അതുപോലെ തൊട്ടടുത്തും അവിടെ ഡൈനിങ് ഏരിയ ആക്കാം. ഇവിടെയെല്ലാം CNC കട്ടിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയെല്ലാം ബെസ്റ്റ് വുഡിലാണ് ഈ ഒരു ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ചാർക്കോൾ രീതിയിലുള്ള WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ടും വാമായിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. നമുക്ക് ഇതിലും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ടേക്ക് അത് കണക്കിന് പർഗോള പോലെ കൊടുത്തിരിക്കുകയാണ്. സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഒരു ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്, ഒരു തീരെ കൺജസ്റ്റഡ് അല്ല. അതുപോലെ ഇവിടെ ഒരു വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് സെറ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് തീമിലുള്ള കൊടുത്തിരിക്കുന്നത്. ലൂയിയുടെ മിറർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും കബോർഡും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ അടുക്കളയിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ അടുക്കളയിൽ നമ്മളെ വെൽക്കം ചെയ്യുന്നതും ഈ ഒരു CNC കട്ടിങ് അതുപോലെ WPC പാനലും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു സെർവിങ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് തന്നെയാണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി സ്കിഡാണ്, 4x2 സൈസാണ്. അതിൽ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. അതുപോലെ സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കബോർഡ് കാണാം. ഇതെല്ലാം വെസ്റ്റ് വുഡിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് പ്രൊഫൈൽ ചാനൽ നോക്കുവാണെങ്കിൽ ഒരു റോസ് ഗോൾഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു കബോർഡ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ളതാണ്. അടയ്ക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ്. കണ്ടോ, സോഫ്റ്റായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. താഴത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര സ്പീഡ് നടക്കുന്നു അവിടെ പോയിട്ട് സോഫ്റ്റ് ആവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. വലിയ ഫ്രിഡ്ജൊക്കെ സുഖമായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ആയിട്ടാണ് ചിമ്മിനി വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഗ്യാസ് സ്റ്റവിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തന്നെ ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് തരുന്നതാണ്. നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിനി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ അടുക്കള മാത്രമല്ല വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ഏരിയ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ അടുക്കള നോക്കുകയാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതെല്ലാം ടേബിൾ ടോപ്പ് എല്ലാം ഗ്രാനൈറ്റ് തന്നെയാണ്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഗ്രാനൈറ്റ് തന്നെ ടേബിൾ ടോപ്പ്. അതുപോലെ സിങ്കും കൊടുത്തിട്ടുണ്ട്. വലിയൊരു ബോർവെല്ലിനുള്ള മോട്ടർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സീലിംഗ് ഹൈറ്റ് നോക്കാൻ ഹൈറ്റുള്ള സീലിംഗ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ടൈൽ തന്നെയാണ്. ഇനി ഇത് കൂടാതെ പുറത്തൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇവിടെ പണി സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് തുണി കഴുകാൻ വേണ്ടിയിട്ടുള്ള നനകല്ല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് താഴെ 2 ബെഡ്റൂമുകളാണ്. ഇതിൻ്റെ നേരെ ഈ ഫോയറിന് ഓപ്പോസിറ്റായിട്ട് രണ്ടാമത്തെ റൂം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും പ്രീമിയം ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സൈസ് നോക്കുവാണെങ്കിൽ 160/80 സൈസിലുള്ള ടൈൽസാണ്. അതിൽ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിലായിട്ടുള്ള വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു തേക്കിൻ്റെ ഡിസൈനിലുള്ള രീതിയിലുള്ള ഒരു പാനലും കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട്. അതും ജിപ്സം ബോർഡ് തന്നെ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ടേ നോക്കുവാണെങ്കിൽ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബും എല്ലാം ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് വുഡിൽ തന്നെ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. അവിടെ ആയിട്ട് അതിനകത്തായിട്ട് തന്നെ മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വാഷ്റൂം യൂസ് ചെയ്തിരിക്കുന്ന ക്ലോസറ്റ് എല്ലാം സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ CP ഫിലിക്സ് എല്ലാം വേറൊരു ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2x2 സൈസിലുള്ള ആൻറ്റി സ്കിഡായിട്ട് ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുള്ള് ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ വേറൊരു ടെക്സ്ചറിൽ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ റൂം. ഈ രണ്ടാമത്തെ റൂം നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അതിൽ അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബെസ്റ്റ് ഫുഡിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും ഫുഡ് ലാമ്പ് അല്ലെങ്കിൽ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതുപോലത്തെ വാഷ്റൂം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ആൻറ്റി സ്കിഡ് ടൈൽ തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല. ആ ഒരു ഭിത്തിയിൽ ആ ഒരു ടെക്സ്ചർ കളറിലേക്ക് വ്യത്യാസമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ അപ്സ്റ്റെയറിലേക്ക് വരുവാണെങ്കിൽ ഹാൻഡ് റൈൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വരുമ്പോഴും ഇവിടെ ലാൻഡിങ് ഏരിയ എല്ലാം ഗ്രാനൈറ്റ് തന്നെയാണ്. അതുപോലെ മുകളിലായിട്ടെല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റാണ് താഴെ നിന്നുള്ള വ്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ്. അത് 2 ഭാഗത്തേക്ക് ഒരു ഫോമൽ ലിവിങ്ങും അല്ലെങ്കിൽ ഫാമിലി ലിവിംഗ് എന്ന് മാറ്റിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ TV ഉണ്ട് ഏരിയ വരുന്നത്. അതുപോലെ ഇവിടെയും ഈ ജനലിൻ്റെ ഈ ട്യൂബ്സ് എല്ലാം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അതുകൂടാതെ തന്നെ മുകളിലൊക്കെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 റൂമും അതുകൂടാതെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ച കണ്ടിട്ട് റൂമിലേക്ക് പോകും. ഈ ഒരു ബാൽക്കണി ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അതുപോലെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ അപ്പോക്സും ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഒരു GI ട്യൂബിൽ പർഗോളയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ ഒരു റൂമിൽ വരുന്നത് താഴേക്കണ അതുപോലെ തന്നെയാണ്. അതേ സ്പെക്കൽ റൂം തന്നെയാണ്. അതേ ഫോയറിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ റൂം എങ്ങനത്തെ നോക്കാം. ഈ റൂമിൻ്റെ ഒരു സൈസ് നോക്കുവാണെങ്കിൽ താഴേക്കണ അതുപോലെ തന്നെയാണ്. യാതൊരു വ്യത്യാസവും ഇല്ല. 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബും സെയിം തന്നെയാണ്. മുകളിലായിട്ട് സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടെ വാഷ്റൂമിലേക്ക് വരുമ്പോഴും ഇവിടെയും ഫുഡ് ലാമ്പ് അല്ലെങ്കിൽ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം താഴേക്കണം അതുപോലെ തന്നെയാണ്. യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ടൈൽസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളത്. വേറെ കളറിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ 4ാമത്തെ റൂമിലേക്ക് വരാം. 4ാമത്തെ റൂമും താഴെ കണ്ട് അതുപോലെ തന്നെയാണ്. യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അതിൽ അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഫോയറിലേക്ക് വന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയയിലേക്ക് വന്നിട്ടാണ് വാഷ്റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ യാതൊരു വ്യത്യാസങ്ങളുമില്ല. ഇവിടെ വ്യത്യാസം എന്നുള്ളത് ടൈൽസിൽ മാത്രമാണ്. ടൈൽസ് നോക്കുവാണെങ്കിൽ 4x2 സൈസാണ്. നമ്മൾ കിച്ചണിൽ കണ്ട അതുപോലത്തെ ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഭിത്തിയിലും അതേ സീരീസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി പ്രീമിയം ആക്കിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഓപ്പൺ ടെറസ് ഉണ്ട്. ഓപ്പൺ ടെറസിലെ കാഴ്ചയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസ് സൈറ്റിലേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഫുള്ള് ടൈൽ ഇരിക്കുകയാണ്. 1 സ്ക്വയർ ഫീറ്റ് സൈസിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി സ്കിഡാൽ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ബോൾ രീതിയിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്വിച്ച് ബോർഡും കാണാം. അതുപോലെ ഈ ഭിത്തിയിലും ഒരു ടെക്സ്ചർ ചെയ്തിരിക്കുകയാണ്. ഒരു ഇഷ്ടിക അല്ലെങ്കിൽ റെഡ് ബ്രിക്കിൻ രീതിയിലുള്ള ചെയ്തിരിക്കുന്നത്. അത് തൊട്ട് താഴെയായിട്ടൊരു പർഗോള പോലെ ഇവിടെയും നമുക്ക് ആ സീലിങ്ങിൻ്റെ മുകളിലായിട്ട്, അതായത് ഈ സൺസൈഡിൻ്റെ മുകളിലായിട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ചെടിയൊക്കെ അല്ലെങ്കിൽ ചെടിച്ചട്ടിയൊക്കെ വെച്ച് അങ്ങനെ മനോഹരമാക്കി എടുക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. ഇവിടെ ഇട്ടൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. റഗാറ്റ് എന്ന കമ്പനിയുടെയാണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു എയർ ടാങ്ക് ഇപ്പോൾ കാണാറില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ആയിട്ട് ഇനി വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്യാനുണ്ട്. അതുപോലെ അശ കിട്ടാൻ വേണ്ടിയുള്ള ഹൂക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരുപാട് വീടുകളുണ്ട്. പിന്നിലായിട്ട് തന്നെ 3 വീടുകളുണ്ട്. ഇതും ഈ ബിൽഡറുടെ വീട് തന്നെയാണ്. ഇത് 2300 സ്ക്വയർ ഫീറ്റാണ്. അതിൻ്റെ വീട് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ അങ്ങോട്ടേക്ക് നോക്കണമെങ്കിൽ അവിടെയും വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടോട്ടലി ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 75 ലക്ഷം രൂപ ബജറ്റിനകത്ത് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.